നമസ്കാരം. കൃതീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെയധികം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൊണ്ടാണ്. ഓട്സ് എത്രത്തോളം ഹെൽത്തി ആണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഓട്സ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കുന്നത്. ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള വെയിറ്റ് ലോസിനൊക്കെ നമുക്ക് പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അതിനായിട്ട് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ഓട്സ് ആണ്. ഇവിടെ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. ഇത് നമുക്കൊരു 5 മിനിറ്റ് നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്യാനായിട്ട്. ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ നല്ല ഒരു സ്മെല്ലൊക്കെ വരും, ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. അതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. കരിഞ്ഞു പോവാതെ ഇതുപോലെ ഇളക്കി കൊടുത്ത് വേണം കേട്ടോ നമ്മൾ റോസ്റ്റ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് തന്നെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ നെയ്യാണ്. കുറച്ച് നെയ്യൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ഒന്നുകിൽ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. ഇതിന് കുറച്ചും കൂടി നല്ലത് വെജിറ്റബിൾ ഓയിലായിരിക്കും. അപ്പോൾ 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് നന്നായിട്ട് തന്നെ പൊട്ടി വരട്ടെ. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. കളറൊന്ന് ചേഞ്ചായി വരും. ആ ഒരു സമയം വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനൊപ്പം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ നല്ല ജീരകമാണ്. ജീരകത്തിൻ്റെ അളവ് കൂടി പോരുത് കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4-5 കാഷ്യൂനട്ട് ചെറിയ പീസസ് ആക്കിയതാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ, പക്ഷേ ഇതും കൂടെ ചേർത്തുണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഈ ഉപ്മാവ് കഴിക്കുമ്പോൾ ഇതിങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 5 ചെറിയ ഉള്ളി മുറിച്ചതാണ്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കണം. അതാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളതും കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ളതും. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ ഒരു സവാളയുടെ പകുതി ചേർത്താലും മതി. അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് ചേർത്തേക്കുന്ന ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നത് കുറച്ച് ക്യാരറ്റാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. അതുപോലെ ഗ്രീൻ പീസ് വേണമെങ്കിൽ ചേർക്കാം, ക്യാബേജ് ചേർക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടും മാത്രമാണ് ചേർക്കുന്നുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് കുക്കായി വരാനുള്ള വെള്ളമാണത്. 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടച്ച് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഓവർ കുക്കായി പോകേണ്ട ആവശ്യമില്ല. നമുക്ക് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടണം. അതാണ് ഒരു നല്ല പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓട്സിൻ്റെ അളവ് എത്രയായിരുന്നോ അത്രയും അളവ് വെള്ളം ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് ഓട്സാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഉപ്പൊക്കെ പാകത്തിനായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വീണ്ടും ചേർക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഓട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വല്ലാണ്ട് അങ്ങ് ഇളക്കി കുഴച്ച് കളയരുത്. ഓട്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കുഴഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വല്ലാണ്ട് അങ്ങ് ഇളക്കി കുഴച്ച് കളയരുത്. അതുപോലെ തന്നെ എടുക്കുന്ന വെള്ളവും ശ്രദ്ധിക്കണം. വെള്ളം ഒട്ടും കൂടി പോകാൻ പാടില്ല. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല
ഉതിർന്ന രീതിയിലുള്ള ഉപ്പുമാവ് കിട്ടില്ല. ഇപ്പോൾ ഇതാ നോക്കൂ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു മൂടി ഒരു 5 മിനിറ്റ് വെക്കാം. ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞു പോവും. ഇതാ നോക്കൂ, ഇപ്പം തന്നെ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഓട്സ് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഒരുവിധമൊക്കെ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഇത് അടച്ചു മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇത് നമ്മളിങ്ങനെ അടച്ചു മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ നോക്കൂ, ഇതിനകത്തെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ അബ്സോർബ്ഡ് ആയിട്ടുണ്ട്. ഓട്സൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല. നല്ല ഉതിർന്ന പോലെ തന്നെ നമുക്ക് ഉപ്പുമാവ് കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? അതുപോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ നാരങ്ങ നീരാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ലേശം കായം കൂടെ ഇത് നമ്മൾ ആദ്യം എല്ലാം കൂടെ വഴറ്റിയല്ലോ, ആ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കായം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയിലയും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഓട്സ് ഉപ്പുമാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെയധികം ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. മാത്രമല്ല പെട്ടെന്ന് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. വെയിറ്റ് ലോസൊക്കെ നോക്കുന്നവർക്ക് പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു ഉപ്പുമാവ് എന്ന് പറയുന്നത്. ഓട്സൊക്കെ എല്ലാവരും കഴിക്കുന്നത് എപ്പോഴും പാലൊക്കെ ഒഴിച്ചിട്ടായിരിക്കും. അത് ഒരേ രീതിയിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് മടുക്കും. പിന്നെ നമ്മൾ ഓട്സ് തന്നെ കഴിക്കേണ്ടെന്ന് പറഞ്ഞങ്ങ് മാറ്റി വയ്ക്കും. അപ്പോൾ അങ്ങനെ ഓട്സ് പാലൊക്കെ ചേർത്ത് കുറുക്കിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഓട്സ് ഇഷ്ടമല്ലാത്തവർ പോലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചോളും. അതുമാത്രമല്ല ഓട്സ് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഞാനിത് ഒന്ന് അടച്ചു മൂടി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഒന്ന് ചൂടാറിയൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് സെർവ് ചെയ്യാം അല്ലേ. ഇതാ നോക്കൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉപ്പുമാവ് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല, ഒട്ടും കട്ട പിടിച്ചിട്ടില്ല. നല്ല ഉതിർന്ന പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് സെർവ് ചെയ്താലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓട്സ് ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടിക്കൊണ്ടിരിക്കും. വീണ്ടും കാണാം മറ്റൊരു നല്ല വീഡിയോയുമായി. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.